ഹായ് ഓൾ, മിസ്റ്റിക് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സങ്ങൾ നീങ്ങുമോ എന്നാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒബ്സ്റ്റക്കിൾസ് നീങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ യെസ് എന്ന് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം എന്ന് പറയുന്നത് പുറത്തുള്ള തടസ്സമല്ല, നിങ്ങൾക്കിടയിലെ തടസ്സം തന്നെയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക, ഉള്ളിൽ വെച്ച് നടക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഊഹിച്ച് പറയുക. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപക്ഷെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരാൾ കരുതുന്നു അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നു എന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ ആൾ അപ്രോച്ച് ചെയ്യാൻ പേടിച്ച് നിൽക്കായിരിക്കും. ഇവിടെ ആക്ച്വലി ഫീലിങ്സ് കാണുന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കാൻ ഡിലേ കാണുന്നു. അതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം. ഓവർ തിങ്കിങ് ആണ്. ഫീലിങ്സ് ഉണ്ടെങ്കിലും ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതെ ലോജിക്ക് മാത്രം ഉപയോഗിക്കുകയാണ്. എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യില്ല, അവരാദ്യം കോണ്ടാക്ട് ചെയ്യട്ടെ, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വീക്കായിട്ട് കാണുമോ എന്നുള്ള ഫിയർ, ഓവർ തിങ്കിങ്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നീങ്ങിപ്പോകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കുറച്ച് കാലമായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ മിണ്ടുന്നുണ്ടാവില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ മാറിയിട്ട് ഒരു പുതിയൊരു സ്പാർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫസ്റ്റ് കാർഡിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് ലവ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, ഇമോഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. വാല്യൂ കുറഞ്ഞിട്ടില്ല. അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വെറും ഒരു കാഷ്വൽ റിലേഷൻഷിപ്പായിട്ടല്ല കാണുന്നത്, ഒരു ടൈം പാസ് അല്ല അവർക്കിത്. ഇതൊരു അവരുടെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റോട് കൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻ തന്നെയാണ് ഉള്ളത്. അവര് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നും, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന ആ ഒരു ടൈമിങ് വന്നെത്തുന്നു എന്നും ഈ ഒരു സ്പ്രെഡിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒന്നിക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡിവൈൻ ടൈമിംഗ് അടുത്തിരിക്കുന്നു എന്ന് വേണം ഈ സ്പ്രെഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ഇതിനുള്ള എല്ലാ റീസണോടും കൂടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇമോഷൻസിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ വിവേകം, ലോജിക്കോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. തുറന്ന് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാറ്റി എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴാണ് ഇതിനൊരു ക്ലാരിറ്റി വരുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വിള്ളൽ വന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഗാഢമായ ചിന്തയിലാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുകയാണ് മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വേദനയോടുകൂടി ചിന്തിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത്. ആരാണ് ഈ ഒരു വേദനയ്ക്ക് പിന്നിലെന്നുള്ള കാര്യം, ആര് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത്, എന്ത് വാക്കുകൾ കൊണ്ടാണ്, എന്ത് പ്രവൃത്തികൾ കൊണ്ടാണ്, ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ സ്റ്റേജ് ആണ് വരുന്നത്. അതിലൂടെ ഹീലിംഗ് പ്രോസസ്സാണ് ആദ്യം നടക്കുക. അതിലൂടെയാണ് ക്ലാരിറ്റി വരിക നിങ്ങൾക്ക്. ആ ക്ലാരിറ്റിയിലൂടെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ പെട്ടെന്നുള്ള കൂടിച്ചേരലല്ല കാണുന്നത്, ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിലേ കാണുന്നുണ്ട്. ആ ഹീലിംഗ് ഫേസ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരിക തന്നെ ചെയ്യും. എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റെക്കായത് അവിടെ നിന്ന് തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതൊരു പക്ഷേ കോളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നേരിട്ടൊരു മീറ്റ് ആയിരിക്കാം. എങ്ങനെ തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ സ്പ്രെഡിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. കമ്മ്യൂണിക്കേഷൻ വഴി അത് ആക്ഷനിലേക്ക് മാറുക തന്നെ ചെയ്യും. സ്ലോലി ഇംപ്രൂവ് ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റിയും ഹാപ്പിനെസ്സും ഒക്കെ ലൈഫിൽ ഉടനീളം കൊണ്ടുതരട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനർജി ക്ലെയിം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.